Hi dears, welcome to Gallant IAS. So today we are going to discuss about an important topic. If you look onto the previous year questions, we can see that a few questions had been asked based on this topic. എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു ചോദ്യം കാണാൻ കഴിയും. സോ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ടോപ്പിക് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിമൈൻഡേഴ്സ്. ഓക്കെ, റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. റിമൈൻഡേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ചോദ്യപേപ്പറിൽ കാണാൻ കഴിയും. So today we are going to discuss about a specific kind of question. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അതായത് 2022, 23, 24 ചോദിച്ച കൈൻഡ് ഓഫ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട്, അതായത് ആ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് യു നീഡ് ടു നോ സം ബേസിക് കൺസെപ്റ്റ്സ് ടു സോൾവ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഹൗ ടു സോൾവ് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ റിമൈൻഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 7 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് 5 7നകത്ത് എത്ര ടൈംസാണ് വരുന്നത്? 1 ടൈംസ്. 5 1 ടൈംസ് ഇറ്റ് ഈസ് 5 ആൻഡ് ബാക്കി എത്ര വരും? 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ ഇറ്റ് വിൽ ബി 2. സോ 2 ഇസ് ദി റിമൈൻഡർ അല്ലേ? അതായത് ഒരു നമ്പറിനെ നമ്മൾ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ വാട്ട് വി വിൽ ഗെറ്റ് എ റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഈ മലയാളത്തിൽ ശിഷ്ടം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അതായത് ഒരു സംഖ്യനെ ഒരു ചെറിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഫ് ദ ബിഗസ്റ്റ് നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ ദിസ് സ്മോളസ്റ്റ് നമ്പർ, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ദിസ് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ഇസ് ഡിവിഡൻഡ്. ഇത് ഡിവൈസറാണ്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്ന ആൾ ഡിവൈസറിന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് വി വിൽ ഗെറ്റ് an extra value at bottom and that we call it as the reminders. Okay, അപ്പോൾ ഇവർ തമ്മിലൊരു റിലേഷൻ ഒക്കെ ഉണ്ട്. അതായത് this we call it as dividend and this is divisor, like this is we call it as divisor and here this is quotient and finally here comes the remainder. അപ്പോൾ ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. The relationship is nothing but dividend is equal to divisor into quotient plus remainder. This is actually the relationship based on this parameters. Okay. So dividend is equal to divisor into quotient plus remainder. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും UPSC ചോദിച്ചിട്ടുണ്ട്. ബട്ട് വി വിൽ സ്റ്റഡി അബൌട്ട് ദിസ് കൺസെപ്റ്റ് ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഫോക്കസ് ഓൺ ടു ദിസ് റിമൈൻഡേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റിമൈൻഡേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ആദ്യം ചർച്ചകൾ കൊണ്ടുപോകാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് ദി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ 7 എന്ന് പറയുന്ന നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ ഇനി ഞാൻ ചെറിയൊരു നമ്പറിനെ 2 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ 2/7 അല്ലേ? ഇതൊരു ഫ്രാക്ഷനാണ്. സോ ഫ്രാക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹിയർ 2 is in the numerator and 7 is in the denominator അല്ലേ? അതായത് ഫ്രാക്ഷൻസിന്റെ മുകളിൽ കിടക്കുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? ന്യൂമറേറ്റർ എന്നും താഴെ കിടക്കുന്ന ആളെ ഡിനോമിനേറ്റർ എന്നാണ് വിളിക്കുക. We know that, right? You already studied in our small classes, right? So here 2 is divided by 7. That's actually the meaning here. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്ന ആൾ ഡിനോമിനേറ്ററിനേക്കാളും വളരെ വളരെ ചെറുതാണ് അല്ലേ? 2 is small compared to 7. അപ്പോൾ ഒരു ചെറിയ നമ്പറിനെ ഒരു വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ the remainder will be always the biggest number. Okay, അതായത് അതെന്തുകൊണ്ടാണ്? കാരണം ഒരു ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ദർ ഇസ് ദി കൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് റിമൈൻഡേഴ്സ്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ഇത്രയും മാത്രം ഫോർ ദി ടൈം ബീങ് മനസ്സിലാക്കുക. ഒരു ചെറിയൊരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വലിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദ റിമൈൻഡർ വിൽ ബി ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. കാരണം 2 എന്ന് പറയുന്ന നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു നോർമൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ദ ഡിവിഡൻഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഡിവൈസർ. ബട്ട് ഇൻ ദിസ് കേസ് ഡിവിഡൻഡ് ഇസ് ലെസ് ദാൻ കമ്പയർഡ് ടു ഡിവൈസർ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 2നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ in that kind of situation we can say that this dividend will become the remainder. Dividend എന്ന് പറയുന്ന ആൾ എന്ത് വരും? റിമൈൻഡർ ആയിട്ട് മാറും അല്ലേ? ഉദാഹരണത്തിന് 3/7. So 3 becomes the remainder. 5/10. 5 becomes the remainder. 8/21. 8 becomes the remainder. 123 divided by 1001. 123 becomes the remainder. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്ന ആൾ ഡിവൈസറിനേക്കാളും ചെറുതാണെങ്കിൽ ദാറ്റ് ഡിവിഡൻഡ് വാല്യൂ വിൽ ബി ദി റിമൈൻഡർ. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ ഇഫ് ഡിവിഡൻഡ് is less than remainder, then what happens? Dividend എന്ത് വരും? So
sorry, dividend is less than divisor. Remainder alla divisor. Okay, if dividend is less than divisor, then the dividend will be what? Dividend will be the remainder. This is the important concept. Okay, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ this is the first thing that you need to study here. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ 7 എന്ന് പറയുന്ന നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോർമൽ ഡിവിഷൻ, അതായത് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ കമ്പയർഡ് ടു ഡിനോമിനേറ്റർ, 7 ഈസ് ഗ്രേറ്റർ ദാൻ 5 ഓർ ഡിവിഡൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിവൈസർ. അപ്പോൾ ഇതൊരു നോർമൽ ഡിവിഷനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്യേണ്ടായി 7 എന്ന് പറയുന്ന ആളിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 1 ടൈംസ് ഇറ്റ് ഈസ് 5. സോ യു റോട്ട് ഇറ്റ് ആസ് 2 അല്ലേ? 2 എന്ന് പറയുന്ന ആൾ റിമൈൻഡർ കിട്ടി. പക്ഷെ നമുക്ക് ഇങ്ങനെയൊന്നും കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 എന്ന് പറയുന്ന ആളെ താഴത്തെ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 7 എന്ന് പറയുന്ന ആളെ താഴത്തെ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് 7 എന്ന് പറയുന്ന ആളെ ഞാൻ വേണ്ടേ 5 + 2 എന്ന് എഴുതാം ബൈ 5. താഴത്തെ നമ്പറിൻ്റെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഈ 5ന്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ 5 അല്ലേ? അതായത് ഒരു നമ്പർ എന്ന് പറഞ്ഞത് ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. സോ ഹിയർ 5 ഈസ് ദി മൾട്ടിപ്പിൾ ഓഫ് 5 ഇറ്റ്സെൽഫ്. അപ്പോൾ 7നെ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 5 + 2 ബൈ 5. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ കഴിയും ഈ 2 എന്ന് പറയുന്നയാൾ റിമൈൻഡർ ആയിട്ട് വരും. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. ഓക്കെ, സോ ഇഫ് ന്യൂമറേറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ, അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്ന ആൾ ഡിവൈസറിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ റിമൈൻഡർ കണ്ടുപിടിക്കാം. അതായത് ഡിവിഡൻറ്റിനെ അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ നിങ്ങൾ എന്ത് ചെയ്യണം? താഴത്തെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി എന്താണോ വരുന്നത് ദാറ്റ് ബിക്കംസ് ദി റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒരു വലിയ നമ്പർ, ഉദാഹരണത്തിന് 37/5. 37/5. അപ്പോൾ 37നെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 35 + 2 എന്ന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? ബൈ 5 അല്ലേ? അപ്പോൾ ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ ആണ് 35. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ നമ്മൾ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ആൾ ആരാണ്? +2. ദാറ്റ് ബിക്കംസ് ദി റിമൈൻഡർ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് 37/5 നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരാം. 35 കഴിഞ്ഞ് പിന്നെ 40 എന്ന് പറയുന്നതും ഈ 37ന്റെ അടുത്ത് വരുന്ന ഒരു മൾട്ടിപ്പിൾ അല്ലേ? ഓക്കെ, ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. വെൻ യു സ്പ്ലിറ്റ് ദി ന്യൂമറേറ്റർ, ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 37 ന്യൂമറേറ്ററിൽ എന്ത് വാല്യൂ കിടക്കുന്നോ അയാളുടെ അടുത്ത് വരുന്ന ഡിനോമിനേറ്ററിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. നമ്മളിപ്പോൾ 37നെ നമ്മൾ എങ്ങനെ എഴുതിയത്? 35 + 2 ബൈ 5. ഈ 35 എന്ന് പറയുന്നത് 37ന്റെ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ 37ന്റെ അടുത്ത് കിടക്കുന്ന മറ്റൊരു 5ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് വരുന്നത്? 40 വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാം, 40 - 3/5 എന്ന് എഴുതിക്കൂടെ? 40 - 3/5 എന്ന് നമുക്ക് എഴുതാം അല്ലേ? 40 - 3/5 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 35 + 2/5 എന്ന് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു റിമൈൻഡർ ഈ 2 ആണെന്നുള്ളത്. അപ്പോൾ 40 - 3/5 എന്ന് പറഞ്ഞാൽ അവിടെ റിമൈൻഡർ എങ്ങനെ വരും? -3 റിമൈൻഡർ വരുമോ? ഒരിക്കലും റിമൈൻഡർ നെഗറ്റീവ് കൺസെപ്റ്റ് ഉണ്ട്, നെഗറ്റീവ് റിമൈൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ ഒരിക്കലും റിമൈൻഡർ നെഗറ്റീവ് ആവില്ല. പക്ഷെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവ് റിമൈൻഡേഴ്സ് ചെയ്യാറുണ്ട്. വരും ക്ലാസ്സുകളിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 40 - 3/5, 40 - 3/5. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് തന്നിരിക്കുന്ന നമ്പറിനെ 37നെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? അതിനേക്കാളും കൂടിയൊരു 5ന്റെ മൾട്ടിപ്പിൾ, അതായത് 37ന്റെ അടുത്ത് വരുന്നൊരു മൾട്ടിപ്പിൾ ആണ് 40. സോ 40 - 3 എന്ന് നിങ്ങൾ എഴുതി. അപ്പോൾ 40 - 3 ഇറ്റ് ബിക്കംസ് 37. 40 - 3/5. അപ്പോൾ 40 എന്ന് പറയുന്നത് ഈ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ബാക്കി എന്ത് വാല്യൂ വരുന്നുണ്ട്? -3 ആണ് വരുന്നത്. ഒരിക്കലും -3 എന്ത് വരത്തില്ല? റിമൈൻഡർ വരൂല. ഒരു നെഗറ്റീവ് നമ്പർ റിമൈൻഡർ വരുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആളെ അതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ -3 + 5 യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 2. കണ്ടോ, ഇവിടെയും 2 തന്നെയല്ലേ റിമൈൻഡർ കിട്ടിയത്, ഇവിടെയും 2 തന്നെ റിമൈൻഡർ കിട്ടി. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെയും എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ റിമൈൻഡേഴ്സ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇറ്റ് ഡിപ്പെൻസ്, അതായത് ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുക, കൂട്ടണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും വലിയ മൾട്ടിപ്പിൾ വേണോ അതോ ചെറിയ മൾട്ടിപ്പിൾ വേണോ എന്നുള്ളത്
നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഏത് നമ്പർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് 46/7. 46/7. അപ്പോൾ 40, അതായത് ഈ 7 എന്ന് പറയുന്ന ആളുടെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യണം, റൈറ്റ്? So 46 is the numerator. So you need to split the number in such a way that the number should be much nearer to the, അല്ലെങ്കിൽ ഈ 7ന്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? 46നെ സ്പ്ലിറ്റ് ചെയ്യണം. So how to do this question? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ എഴുതാം. അതായത് 46ന്റെ അടുത്ത് വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 7 4 times it is 28, 7 5 times it is 35, and 7 6 times it is 42, 7 7 times it is 49. അപ്പോൾ 42ഉം 49ഉമാണ് 7ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾസ് ഉള്ളത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 46നെ ഈ പറയുന്ന പോലെ 42 + 4/7 എന്ന് എഴുതാം. അതല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 49, അല്ലേ? 49 - 46 അല്ലേ? 49 - 3/7 എന്ന് എഴുതാം. നോക്കിക്കേ, ഇവിടെ 42 + 4, ഇവിടെ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 4 ആണ് റിമൈൻഡർ, അല്ലേ? 4 is a റിമൈൻഡർ. അപ്പോൾ ഈ കേസിലോ 49 - 3, അപ്പോൾ മൈനസ് വന്നിരുന്നുണ്ട്, അല്ലേ? -3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ -3ന്റെ കൂടെ ഡിനോമിനേറ്റർ വാല്യൂ ആയ 7ഉം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. സോ 7 - 3 യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 4, അല്ലെങ്കിൽ -3 + 7 യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 4. അപ്പോൾ രണ്ട് കേസിലും നിങ്ങൾക്ക് എന്ത് വന്നു? രണ്ട് കേസിലും റിമൈൻഡർ 4 വന്നു, കണ്ടോ? അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണോ കൺവീനിയൻ്റ് ഉള്ളതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് കൂടെ 39 divided by 8. 39 divided by 8. So 39നെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 39നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഈ പറയുന്ന പോലെ 8ന്റെ മൾട്ടിപ്പിൾ വരുന്നത്, അല്ലേ? 39 എന്ന് പറയുമ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ പ്ലസ് ഏതോ ഒരു നമ്പർ, ദാറ്റ് ബിക്കംസ് 39. അപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ 39 അടുത്ത് വരുന്ന ആരൊക്കെയാണ്? നമുക്കറിയാം 8 4 times it is 32 and 8 5 times it is 40, അല്ലേ? അപ്പോൾ 39നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അതായത് 32 + 7/8 എന്ന് എഴുതാം. അതല്ലെങ്കിൽ 40 - 1/8, അല്ലേ? 40 - 1/8 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ +7 ആണ് വന്നിരിക്കുന്നത്. സോ റിമൈൻഡർ ബിക്കംസ് +7, അല്ലേ? അല്ലെങ്കിൽ റിമൈൻഡർ എന്ത് വരും? 7 വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 40 - 1 എന്നാണ് വന്നിരിക്കുന്നത്. സോ ഹിയർ കംസ് ദി നെഗറ്റീവ് വാല്യൂ. അപ്പോൾ -1ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ഡിനോമിനേറ്റർ വാല്യൂ 8 ആഡ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 7. സോ 7 ഈസ് ദി റിമൈൻഡർ. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് നമ്പേഴ്സ് ഇട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബോർഡിൽ രണ്ട് ചോദ്യങ്ങൾ കാണാം. ഇതേണ്ടേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദി റിമൈൻഡർ when 3 cube is divided by 28. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദി റിമൈൻഡർ when 4 cube is divided by 65. 3 cube is divided by 28 and 4 cube is divided by 65, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. ഫൈൻഡ് ദി റിമൈൻഡർ when 3 cube is divided by 28. അതായത് 3 ക്യൂബിനെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നതാണ് റിമൈൻഡർ കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹൗ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ? വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ആ 3 ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 28-നടുത്തല്ലേ വരുന്നത്. യു നോ ദാറ്റ് 3 ക്യൂബ് ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് 27, അല്ലേ? 3 square it is 9 and 9 3 times it is 27. അപ്പോൾ 3 ക്യൂബ് divided by 8, that is 27 divided by 28. 27 divided by 28. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ എന്ത് വരും? നിങ്ങൾ നോക്കുമ്പോൾ ന്യൂമറേറ്റർ ഇസ് ലെസ് ദാൻ കമ്പയർഡ് ടു ഡിനോമിനേറ്റർ, അല്ലെ? ന്യൂമറേറ്റർ എന്ന് പറയുന്ന ആള് ഡിനോമിനേറ്ററിനേക്കാളും വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും 27 ഈസ് ദി റിമൈൻഡർ. 27 റിമൈൻഡർ വരുന്നത്. വളരെ ഈസി അല്ലേ? ഇനി ഇതാണ്ട് ഇവിടെ നോക്കിക്കേ, 4 ക്യൂബ് divided by 65. ഫൈൻഡ് ദി റിമൈൻഡർ when 4 ക്യൂബ് is divided by 65. 4 ക്യൂബിനെ 65 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ദാറ്റ് 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി നോ ദാറ്റ് ഇറ്റ് ഇസ് 64. 64/65, അല്ലേ?
അപ്പോൾ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ ന്യൂമറേറ്റർ ഇസ് സ്മോളർ കമ്പയർഡ് ടു ഡിനോമിനേറ്റർ അല്ലെ. ന്യൂമറേറ്റർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന പോലെ ഡിനോമിനേറ്ററിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ കേസിൽ ആൻസർ എത്ര വരും? ഹിയർ ഓൾസോ 64 വിൽ ബി ദി റിമൈൻഡർ അല്ലെ. കാരണം എന്താ? ന്യൂമറേറ്റർ എന്ന് പറയുന്ന ആള് ചെറുതാണ് കമ്പയർഡ് ടു ഡിനോമിനേറ്റർ. നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോവാം. വാട്ട് വിൽ ബി ദി റിമൈൻഡർ വെൻ 4 ക്യൂബ് is divided by 62? 4 ക്യൂബിനെ 62 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊന്നും വേണ്ട, നിങ്ങൾക്കറിയാം 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 64 അല്ലേ. 64നെ ഈ പറയുന്ന പോലെ 62 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 64 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 62 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 62 അല്ലേ. 62 പ്ലസ് 2 അല്ലേ 64. അപ്പോൾ ഈ 62 എന്ന് പറയുന്നത് 62ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. ബാക്കി ആരാ വരുന്നത്? +2. അപ്പോൾ 2 വിൽ ബി ദി റിമൈൻഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും സോൾവ് ചെയ്യാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ UPSC ചോദിച്ച ആ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദി ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദി റിമൈൻഡർ when 2 raised to 192 is divided by 6. 2 raised to 192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് UPSC നമുക്ക് ചോദിച്ചൊരു ചോദ്യം. ഇത് മാത്രമല്ല, റിമൈൻഡേഴ്സ് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുക്കുക, എന്നിട്ട് UPSC ചോദിച്ചിട്ടുള്ള ഇതുപോലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 2 raised to 192 is divided by 6. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് UPSC ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ UPSC ചോദ്യം തൽക്കാലം അവിടെ കിടക്കട്ടെ. നമുക്ക് അതിന് മുന്നോടിയായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 2 raised to 193 is divided by 5. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനത് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമുക്കാദ്യം ഇത് പഠിക്കാം. ഇത് പഠിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അതാണ് കുറച്ചും കൂടെ എളുപ്പം, ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 2 raised to 193നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 raised to 193നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി നീഡ് ടു ഫൈൻഡ് ദി റിമൈൻഡർ അല്ലേ. 2 raised to 193നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റിമൈൻഡർ ഓഫ് 2 raised to 193 by 5. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് 2 ക്യൂബ് ബൈ 7, 2 ക്യൂബ് അല്ലേ, 3 ക്യൂബ് ബൈ 5 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തു. ബട്ട് അതൊക്കെ വളരെ ഈസി ആയിരുന്നു. നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. 2 ക്യൂബ്, 3 ക്യൂബ്, 2 raised to 5 അല്ലേ. അപ്പോൾ ഒരു 10-നകത്ത് വരുന്ന ഈ പറയുന്ന പോലെ പവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനും പരിധികളുണ്ട്. എല്ലാ പവേഴ്സും നമുക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് ഈ മെത്തേഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 raised to 193, ഇറ്റ് ഇസ് ടു ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് 2 raised to 193 അല്ലേ. 2 raised to 193 ചെയ്തെത്തുക എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. എന്താണ് മെത്തേഡിൻ്റെ പേര്? സൈക്ലിസിറ്റി. സൈക്ലിസിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്നതാണെന്നുള്ളത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കും. അതായത് 2 raised to 192നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നതാ റിമൈൻഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ സൈക്ലിസിറ്റി കണ്ടുപിടിക്കാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സൈക്ലിസിറ്റിയാണ്. അപ്പോൾ എന്നതാണ് ഈ സൈക്ലിസിറ്റി? സൈക്ലിസിറ്റി ഇത്രയേ ഉള്ളൂ. 2ന്റെ ഓരോ പവറിനെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2ന്റെ ഓരോ പവറിനെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ ഞാൻ എടുത്തെഴുതുന്നു. അപ്പോൾ ഈ റിമൈൻഡറിൽ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. വേണ്ടേ? ഇവിടെ നോക്കിക്കേ, 2ന്റെ ഓരോ പവറിനെയും ഓർഡർലി, അതായത് എനിക്ക് തോന്നിയ പോലെയല്ല ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് 2ന്റെ പവറിനെ. 2ന്റെ ഓരോ പവറും ഞാൻ ഓർഡറായിട്ട്, അതായത് 2 raised to 1 by 5, 2 raised to 2 by 5, 2 raised to 3 by 5, 2 raised to 4 by 5, അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ യു ക്യാൻ സീ എ പാറ്റേൺ. നോക്കിക്കോ, ആദ്യം 2 raised to 1നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 2 raised to 1 by 5, യു നോ ദാറ്റ് ഇറ്റ് ഇസ് 2 by 5. അപ്പോൾ ഇവിടെ റിമൈൻഡർ എന്നതാ വരുന്നത്? റിമൈൻഡർ 2 അല്ലേ വരുന്നത്? 2 by 5. ന്യൂമറേറ്റർ ഈസ് മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു ഡിനോമിനേറ്റർ. സോ റിമൈൻഡർ ഇറ്റ് ഇസ് 2. ഇനി അടുത്തത് 2 square by 5. 2 square എന്ന് പറഞ്ഞാൽ എന്താണ്? 4.
അപ്പോൾ 4/5. 4/5 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്? റിമൈൻഡർ 4 വരും അല്ലേ? ഇതൊന്നും ഇനി ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. അതായത് 4/5 ന്യൂമറേറ്റർ ഇസ് മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു ഡിനോമിനേറ്റർ. സോ 4 കിട്ടി. അടുത്തത് 2^5. 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2³ എന്ന് പറയുമ്പോൾ 8. അപ്പോൾ 8/5. അപ്പോൾ 8 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5+3 എന്ന് എഴുതാം അല്ലേ? 5+3 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 5+3/5 അല്ലേ? 5+3/5. അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ എന്ത് വരും? ഈ അധികം വരുന്നയാൾ അല്ലേ? അപ്പോൾ റിമൈൻഡർ ഇറ്റ് ഈസ് 3. ഇനി അടുത്തത് 2^4/5. 2^4/5. 2^4 എന്താണ്? 2^4 ഇറ്റ് ഈസ് 16. 16/5. 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 15 + 1/5 അല്ലേ? അപ്പോൾ +1. അപ്പോൾ അധികം വരുന്ന വാല്യൂ 1 ആണ്. സോ റിമൈൻഡർ ഇറ്റ് ഈസ് 1. നോക്കിക്കേ, ഇവിടെ റിമൈൻഡർ 2, രണ്ടാമത്തെ കേസിൽ റിമൈൻഡർ 4, മൂന്നാമത്തെ കേസിൽ റിമൈൻഡർ 3, നാലാമത്തെ കേസിൽ റിമൈൻഡർ 1. ഇനി അഞ്ചാമത്തത് 2^5/5. 2^5 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 32. 32/5. 32നെ എനിക്ക് എങ്ങനെ എഴുതാം? 30 + 2/5 എന്ന് എനിക്ക് എഴുതാം അല്ലേ? 5ന്റെ മൾട്ടിപ്പിൾ ആണ് 30. അപ്പോൾ +2 അധികം വരുന്നത് 2 ആണ്. സോ റിമൈൻഡർ ഇറ്റ് ഈസ് 2. കണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇവിടെ 2^1/5 വന്നപ്പോൾ റിമൈൻഡർ 2 കിട്ടി. 2^2/5 ചെയ്തപ്പോൾ റിമൈൻഡർ 4 കിട്ടി അല്ലേ? 2^3/5 ചെയ്തപ്പോൾ റിമൈൻഡർ 3 കിട്ടി. 2^4/5 ചെയ്തപ്പോൾ റിമൈൻഡർ 1 കിട്ടി. ആൻഡ് 2^5/5 ചെയ്തപ്പോഴോ എഗെയിൻ റിമൈൻഡർ 2 വന്നു. എനിക്ക് എന്തായാലും പറയാൻ കഴിയും 2^6/5. 2^6 എന്ന് പറഞ്ഞാൽ എന്താണ്? 64/5. 64നെ എനിക്ക് എങ്ങനെ എഴുതാം? 60 + 4/5. സോ 60 എന്ന് പറഞ്ഞത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അധികം വരുന്ന ആരാണ്? 4. സോ റിമൈൻഡർ എന്ത് വരും? 4 വരും അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ട് കണ്ടോ? അതായത് 2 4 3 1 again 2 4 3 1 2 4 3 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാണ് പാറ്റേൺ അല്ലേ? അതായത് എല്ലാം 4 പവർ കഴിഞ്ഞിട്ടും റിമൈൻഡേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു? 2 4 3 1 2 4 3 1 2 4 3 1 എന്ന് പറഞ്ഞ് സെറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആഫ്റ്റർ എവറി 4 പവർ അല്ലെ? 4th പവർ കഴിഞ്ഞ് 5th തൊട്ട് അങ്ങോട്ട് അല്ലെ? അതായത് ഇനിയിപ്പം 6 7 8 അത് കഴിഞ്ഞ് 9 തൊട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ 4 പവർ കഴിഞ്ഞിട്ടും എന്ത് പറ്റുന്നുണ്ട്? ഈ റിമൈൻഡേഴ്സിന്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് 2ന്റെ ഏതൊരു പവറിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്ന് 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 ഇവർ 4 പേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും വരെ നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 4 3 1 ഇവർ 4 പേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഇവർ 4 പേരിൽ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളായിരിക്കും ഉത്തരം. പക്ഷേ UPSCന്റെ ചോദ്യത്തിൽ ഇവർ 4 പേരുമായിരിക്കും ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം ഇവർ 4 പേരും പോസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കണം. അത് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട. നിങ്ങൾ മനസ്സിലായില്ലേ? ഇവിടെ 4 വാല്യൂ അല്ലേ? 4 മീൻസ് അതായത് എവറി 4th പവർ ദ റിമൈൻഡർ ഈസ് റിപ്പീറ്റിംഗ്. അതായത് 2 4 3 1 2 4 3 1 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ സൈക്ലിസിറ്റി വാല്യൂ 4 ആണ്. സൈക്ലിസിറ്റി അല്ലെ? സൈക്ലിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റിപ്പീറ്റിംഗ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് റിമൈൻഡേഴ്സ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്? ആഫ്റ്റർ എവറി 4th വാല്യൂ അല്ലെ? അല്ലെങ്കിൽ ആഫ്റ്റർ എവറി 4th പവർ. അതായത് 2 4 3 1 2 4 3 1 എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാ 4 പവറിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി സൈക്ലിസിറ്റി ഈസ് 4. 4 ആണ് സൈക്ലിസിറ്റി. ഈ 4 റിമൈൻഡേഴ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. അപ്പോൾ ഇനി ഇവരിൽ സ്പെസിഫിക് ആയിട്ട് ആളെ കണ്ടെത്തണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിമൈൻഡർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ എത്രയാണ്? 193. അതായത് 2^193. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ നിങ്ങൾ എഴുതുക. എന്നിട്ട് അയാളെ നിങ്ങൾ എന്ത് ചെയ്യണം? സൈക്ലിസിറ്റി വാല്യൂ ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 4 4 ടൈംസ് ഇറ്റ് 16 അല്ലേ? റിമൈൻഡർ 3 വന്നു.
ഈ 3 താഴേക്ക് എഴുതി. 4 8 times it is 32. റിമൈൻഡർ 1 വന്നു. റിമൈൻഡർ 1 വന്നു. അപ്പോൾ സൈക്ലിസിറ്റി വാല്യൂ 4 ആണെന്ന് മനസ്സിലായി. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു റിമൈൻഡർ വാല്യൂ കിട്ടി. അത് 1 ആണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ സൈക്ലിസിറ്റി വാല്യൂയിലേക്ക് വരിക. അപ്പോൾ 2ന് എന്നിട്ട് സൈക്ലിസിറ്റി വാല്യൂയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്നതാ റിമൈൻഡർ കിട്ടിയത്? ഇവിടെ കിട്ടിയ റിമൈൻഡർ 1 അല്ലേ? അപ്പോൾ ആ 1 2ന്റെ പവർ വരുന്നത് നോക്കുക. അപ്പോൾ 1 പവർ വരുന്നത് എവിടെയാണ്? ഇവിടെ 2⁻⁵. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ എത്രയാണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിമൈൻഡർ 2. അപ്പോൾ നമ്മുടെ ആൻസർ 2⁻193നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? റിമൈൻഡർ 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് 2⁻193നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ സൈക്ലിസിറ്റി കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2ന്റെ ഓരോ പവറിനെയും അതിന്റെ ഓർഡറിൽ അല്ലേ, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5 അങ്ങനെ ഓരോ പവറിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ റിമൈൻഡർ നമ്മൾ എടുത്തെഴുതി. അപ്പോൾ റിമൈൻഡർ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എവറി 4th പവർ അല്ലെ, 4 പവറിന് ശേഷം എല്ലാ 4ാമത്തെ പവറിന് ശേഷവും അവർ ഫോം ചെയ്യുന്ന റിമൈൻഡേഴ്സ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ആഫ്റ്റർ എവറി 4th പവേഴ്സ് ദ റിമൈൻഡർ ഇസ് റിപ്പീറ്റിംഗ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന റിമൈൻഡേഴ്സിന്റെ വാല്യൂ ഏതൊക്കെയാണ്? 2 4 3 1 2 4 3 1 2 4 3 1 എന്ന് പറഞ്ഞ ഓർഡറിലാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ സൈക്ലിസിറ്റി വാല്യൂ 4 ആണ്. എന്നിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ 2⁻193ന്റെ ആ ഒരു വാല്യൂ, അതായത് നമുക്ക് മനസ്സിലായി ഈ 2 4 3 1 ഇവരുടെ 4 പേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും റിമൈൻഡർ. പക്ഷെ ആ ഒരാളെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പവർ എത്രയാണ്? 193. ആ 193നെ നമ്മൾ എന്ത് ചെയ്യണം? സൈക്ലിസിറ്റി വാല്യൂ ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് എന്നാ കിട്ടി? റിമൈൻഡർ 1 കിട്ടി. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 1 വന്നതിന് ശേഷം നിങ്ങൾ സൈക്ലിസിറ്റി വാല്യൂയിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് 2ന്റെ പവർ 1 വരുമ്പോൾ അയാളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ഉത്തരം. സപ്പോസ് ഇവിടെ റിമൈൻഡർ 2 ആയിരുന്നെങ്കിലോ, 2⁻2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരുന്നത്? 4. അപ്പൊ 4 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. സപ്പോസ് ഇവിടെ 3 ആണെങ്കിലോ, ഓക്കെ 3 ആണെങ്കിൽ 2⁵3/5നെ അല്ലേ, ഈ പറയുന്ന പോലെ 2⁻3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 കിട്ടുന്നു. അപ്പോൾ 3 ആയിരിക്കണം ഇവിടുത്തെ ഉത്തരം. അത് കഴിഞ്ഞ് പിന്നെ വരാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 4 അല്ല 0 ആണ്. ഓക്കെ, കാരണം ഒരിക്കലും ഡിവൈസറും റിമൈൻഡറും സെയിം വാല്യൂ വരത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. ബിക്കോസ് അങ്ങനെ വരില്ല. ബിക്കോസ് റിമൈൻഡർ 0യിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിവൈസർ എന്ന് പറയുന്ന ആളിനേക്കാളും കുറവായിരിക്കും എപ്പോഴും റിമൈൻഡർ വരിക. അപ്പോൾ പോസിബിൾ വാല്യൂ ഇറ്റ് 0 1 2 and 3. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ദ റിമൈൻഡർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഡിവൈസർ. ഓക്കെ, റിമൈൻഡർ എന്ന് പറയുന്ന ആൾ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ പോസിബിൾ റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3 ഈ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെ UPSCയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ച്. അതായത് റിമൈൻഡർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ദി ഡിവൈസർ. അപ്പോൾ അത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളത് ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും നോക്കിക്കേ. അപ്പോൾ ഇനി പറ്റുന്ന റിമൈൻഡർ എന്ന് പറയുമ്പോൾ 0 ആണ്. പോസിബിൾ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ അതിനർത്ഥം ഇവിടെ സൈക്കിൾ എൻഡ് ആയി, അല്ലെങ്കിൽ സൈക്കിളിന്റെ ലാസ്റ്റ് വാല്യൂവിൽ എത്തി എന്നാണ്. സോ അവർ ആൻസർ വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഈ കേസിൽ റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ, റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ സൈക്കിൾ എൻഡ് ആയി എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് വരും? ലാസ്റ്റ് സൈക്ലിസിറ്റിയുടെ ലാസ്റ്റ് വാല്യൂ എന്താണ്? റിമൈൻഡർ 1. അപ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നത്? ഇവിടെ റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ സൈക്ലിസിറ്റി വാല്യൂവിൽ നോക്കുമ്പോൾ 2ന്റെ പവർ 1 വരുമ്പോൾ അയാളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ കിട്ടുന്നതെന്ന് നോക്കുക. റിമൈൻഡർ 2 ആണ്. സോ അവർ ആൻസർ ഇസ് 2. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിനേക്കാളും ഈസിയാണ് ഇവിടെ 2⁻192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് കിട്ടുന്നതെന്നുള്ളത്. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. 2⁻192നെ 6. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ,
2^192/6 നിങ്ങൾ തന്നെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചേ. നിങ്ങൾക്ക് എന്നതാണ് ഉത്തരം കിട്ടുന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. 2^192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് റിമൈൻഡർ കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യണം? സൈക്ലിസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? സൈക്ലിസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സൈക്ലിസിറ്റി കണ്ടുപിടിക്കുന്നത്? 2ന്റെ ഓരോ പവറിനെയും അതിൻ്റെ ഓർഡറിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്താണ് റിമൈൻഡർ കിട്ടുന്നത് നോക്കണം അല്ലേ? ഇവിടെ ഡിവൈസർ എന്ന് പറയുമ്പോൾ 6 ആണ്. 2^192/6. നേരത്തെ ചോദ്യത്തിൽ 6ന് പകരം 5 ആയിരുന്നു. ഇവിടെ 2^192ന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് കിട്ടുന്നത് നോക്കണം. അപ്പോൾ ആദ്യം 2^1/6, ഈ കേസിൽ ദാറ്റ് ഈസ് 2/6. അപ്പോൾ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ 2. അടുത്തത് 2^2/6, ദാറ്റ് ഈസ് 4/6. റിമൈൻഡർ ഇറ്റ് ഈസ് 4. അടുത്തത് 2^3/6. 2³ എന്ന് പറയുമ്പോൾ 8/6, ദാറ്റ് ഈസ് റിമൈൻഡർ അല്ലേ? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 + 2 എന്ന് എഴുതാം. അപ്പോൾ റിമൈൻഡർ ഇറ്റ് ഈസ് 2. 8നെ താണ്ട 6 + 2/6. അപ്പോൾ 2 അധികം വരുന്നു അല്ലേ? സോ 2 ഈസ് ദി റിമൈൻഡർ. ആൻഡ് 2^4/6. 2^4 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് 16/6. 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 12 + 4/6 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ +4 ആണ് ഇവിടെ റിമൈൻഡർ വരുന്നത്, അല്ലെങ്കിൽ റിമൈൻഡർ 4 വരും. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ സൈക്ലിസിറ്റി കണ്ടോ? 2 ആണ്. 2 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുക അല്ലേ? അതായത് എവറി സെക്കൻഡ് പവറിൽ നമുക്ക് കാണാൻ കഴിയും ഈ റിമൈൻഡർ റിപ്പീറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ എവറി സെക്കൻഡ് പവർ, എല്ലാ സെക്കൻഡ് പവർ കഴിഞ്ഞിട്ടും ദ റിമൈൻഡർ ഈസ് റിപ്പീറ്റിംഗ്. അതെങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? 2 4 എന്ന് പറഞ്ഞ പാറ്റേൺ വെച്ചിട്ടാണ്. സോ ഹിയർ സൈക്ലിസിറ്റി ഇസ് 4. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 2^192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 192നെ ഈ പറയുന്ന പോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 times it is 16 അല്ലേ? 16. ബാക്കി എത്ര വരുന്നുണ്ട്? 3. 4 8 times it is 32. സോ റിമൈൻഡർ is 0. റിമൈൻഡർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സൈക്കിള് എൻഡ് ആയി അല്ലേ? അല്ലെങ്കിൽ സൈക്കിളിലെ ലാസ്റ്റ് വാല്യൂ, ദ എൻഡ് ഓഫ് ദി സൈക്ലിസിറ്റി വാല്യൂ. അപ്പോൾ ആ കേസിൽ റിമൈൻഡർ എത്രയാണ് വരുന്നത്? റിമൈൻഡർ 4. സോ റിമൈൻഡർ is 4. പക്ഷേ നമുക്ക് ഇത്രയും വലിയ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് സോൾവ് ചെയ്യാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതായത് സൈക്ലിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എത്രയാണ്? സൈക്ലിസിറ്റി വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, 4 അല്ല, 2 ആണ്. അതായത് 2 4 എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഐ എം സോറി 192ന്റെ സൈക്ലിസിറ്റി വാല്യൂ 4 അല്ല മക്കളെ, 2 ആണ്. അയ്യോ ഹോൾഡ് ഓൺ, ഞാൻ അതൊന്നും കൂടെ സോൾവ് ചെയ്യാം. നമ്മൾ 4 എന്ന് പറഞ്ഞ നേരത്തെ ചെയ്തു. 192നെ എന്നാലും നമുക്ക് സെയിം വാല്യൂ തന്നെ ആയിരിക്കും വരിക. നോക്കാം. 192നെ സൈക്ലിസിറ്റി വാല്യൂ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 4 അല്ല 2 കൊണ്ട് കേട്ടോ. അപ്പോൾ 2 9 times it is 18, റിമൈൻഡർ 1. 2 6 times it is 12. എന്നാലും 0 തന്നെ വരുന്നത്. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനർത്ഥം എന്താണ്? സൈക്ലിസിറ്റി എൻഡ് ആയി അല്ലേ? അതായത് ദ എൻഡ് ഓഫ് ദി സൈക്ലിസിറ്റി വാല്യൂ. സോ റിമൈൻഡർ ഇറ്റ് ഇസ് 4. അപ്പോൾ ഇവിടെ ആൻസർ 4 തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻ ഒന്ന് തെറ്റിപ്പോയി, ഒന്ന് പാളിപ്പോയി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, പക്ഷെ 4 അല്ല, 2 ആണ് സൈക്ലിസിറ്റി. 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ സൈക്ലിസിറ്റി 2 ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 0 കിട്ടി. പക്ഷെ നമുക്ക് ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ സൈക്ലിസിറ്റി 2 ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെക്ക് ചെയ്താൽ മതി. അതായത് ഇതേണ്ടേ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ നോക്കിക്കോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു സൈക്ലിസിറ്റി വാല്യൂ 2 ആണ്. 2 4 എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ 2^1 വന്നപ്പോൾ റിമൈൻഡർ 2 വന്നു. 2^2 അല്ലെങ്കിൽ 2² വന്നപ്പോൾ റിമൈൻഡർ 4 വന്നു. 2³ വന്നപ്പോൾ റിമൈൻഡർ 2 വന്നു. 2^4 വന്നപ്പോൾ റിമൈൻഡർ 4 വന്നു. അതായത് 1 3 7 2ന്റെ പവർ ഓഡ് വരുമ്പോൾ, അതായത് നോക്കിക്കേ ഇവിടെ 2ന്റെ പവർ എന്താണ്? ഓഡാണ്. 2ന്റെ പവർ ഓഡ് വരുമ്പോൾ റിമൈൻഡർ എപ്പോഴും എന്നതാ വരുന്നത്? റിമൈൻഡർ എപ്പോഴും 2 ആണ് വരുന്നത്. മറിച്ച് 2ന്റെ പവർ ഈവൻ വരുമ്പോഴോ? 2ന്റെ പവർ ഈവൻ നോക്കിക്കേ, ഇവിടെ 2 ഇവിടെ 4. 2ന്റെ പവർ ഈവൻ വരുമ്പോൾ റിമൈൻഡർ 4 ആണ് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി, ഓഡ് പവർ ആണെങ്കിൽ റിമൈൻഡർ 2ഉം ഈവൻ പവർ ആണെങ്കിൽ റിമൈൻഡർ 4. നമ്മുടെ ചോദ്യത്തിൽ
2^192. 192 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ പവർ അല്ലേ, അല്ലെങ്കിൽ ഒരു ഈവൻ എക്സ്പോണന്റ് ആണ്. അപ്പോൾ 2^192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈക്ലിസിറ്റി വെച്ചൊന്നും ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആൻസർ കണ്ടെത്താൻ പറ്റും. അതായത് റിമൈൻഡർ 4 ആണ്. എന്തുകൊണ്ടാണ്? എല്ലാ ഓഡ് പവർ അതായത് 2ന്റെ ഓഡ് പവറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആയിരിക്കും. 2ന്റെ ഈവൻ പവറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 4 ആയിരിക്കും. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് സൈക്ലിസിറ്റി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ 2^192 ആണ്. അപ്പോൾ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ് അതിന്റെ പവർ എന്ന് പറയുന്നത് ഈവൻ ആണെന്നുള്ളത് അല്ലെ. 192 ഇസ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ 2^192നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പവർ ഈവൻ ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എഴുതാൻ കഴിയും ആ കേസിൽ റിമൈൻഡർ 4 ആണെന്നുള്ളത്. ഓക്കെ.